കിലോമീറ്റർ സ്ട്രൈറ്റ് ആണ് കേട്ടോ. അല്ല വിവിധ ലൊക്കേഷൻ അപ്പോൾ എല്ലാവരുടെയും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. തമ്മിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ അഞ്ജുവിൻ്റെ മാരേജ് കൂടാൻ കട്ടപ്പനയിലേക്ക് പോവുകയാണ്. 2 കാറിലായിട്ട് 8 പേരുമായിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ വഴിയിൽ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിലമേലുള്ള കമൽ വെജ് റെസ്റ്റോറൻറ്റിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അതിനിടയ്ക്ക് നമ്മുടെ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്ലെയിൻ ദോശ, ഗീ റോസ്റ്റ്, മസാല ദോശ, വട, ചായ, അങ്ങനെ എന്തൊക്കെയോ നമ്മൾ ഓർഡർ ചെയ്തു. കാരണം നമുക്കിനി ഉച്ചയ്ക്ക് അഞ്ജുവിൻ്റെ വീട്ടിൽ പോയാലേ ലഞ്ച് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് വയറ് ഫില്ലായിരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയോ ഓർഡർ ചെയ്ത് അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ നിർത്തിയതാണ്. നമുക്ക് ഇതിന് മുന്നേ അവിടെ കയറിയ പരിചയമൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം നല്ല ഹോട്ടലായിരുന്നു, നല്ല ഫുഡായിരുന്നു, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അങ്ങനെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട്. കാരണം വഴി വെച്ച് നമുക്കിനി വിപിനെ പിക്ക് ചെയ്യണം. വിപിൻ നമുക്കൊരു ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ്. അവിടെ വെച്ച് നമ്മൾ വിപിനെയും പിക്ക് ചെയ്തിട്ട് വേണം ബാക്കി യാത്ര നമുക്ക് തുടങ്ങാൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിസ്റ്റൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലും കൂടെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ തന്നെ കുറച്ച് നേരം നിന്ന് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വിപിൻ്റെ ലൊക്കേഷനിലേക്ക് ഇവിടുന്ന് ഏകദേശം 1 അവറാണുള്ളത്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി. കാരണം നമുക്കൊരു ഉച്ചയ്ക്ക് ആകുമ്പോൾ അഞ്ജുവിൻ്റെ വീട് എത്തണം. കാരണം പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ടല്ലോ, അഞ്ജുവിൻ്റെ അവിടെ പോയി കഴിക്കാം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഏകദേശം ഒരു ഉച്ചയാകുമ്പോൾ അഞ്ജുവിൻ്റെ വീട് എത്തണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് യാത്ര തുടങ്ങി. ആൻഡ് അടൂർ എത്തിയപ്പോഴത്തേക്കും വിപിൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തേക്കാണ് കേട്ടോ. ശരിക്കും സുജനും കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യേണ്ടതാണ്. പക്ഷേ അവൻ്റെ വർക്കിൻ്റെ തിരക്കുകൾ കാരണം അവൻ ഡയറക്റ്റ്ലി അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് എത്തിക്കോളാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ നമ്മൾ വിപിനെ പിക്ക് ചെയ്ത് യാത്ര തുടങ്ങി. ഇനിയൊരു 3 hours യാത്രയേ ഉള്ളൂ നമുക്ക് അഞ്ജുവിൻ്റെ പാറയത്തോടുള്ള വീടെത്താൻ വേണ്ടിയിട്ട്. ശരിക്കും നമുക്ക് നാളെ കല്യാണം വരുന്നത് കട്ടപ്പന വെച്ചിട്ടാണ്. ചെക്കൻ്റെ വീട് കട്ടപ്പനയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേ വരുന്നതും കട്ടപ്പനയാണ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോയി നമ്മുടെ ലഞ്ച് അവിടെ നിന്ന് കഴിച്ച് പിന്നെ വൈകുന്നേരമുള്ള നമ്മുടെ ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും കട്ടപ്പനയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. അപ്പോൾ വിപിൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വഴിയിൽ ജസ്റ്റ് ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ കയറിയപ്പോൾ ഞാൻ കാറ് മാറിയിട്ടാണ് കയറിയത്. അത് ജസ്റ്റ് എല്ലാം എൻജോയ് ചെയ്യണമല്ലോ, എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണല്ലോ വിചാരിച്ച് മാറി കയറിയതാണ്. അത് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോകുന്നത് കാഞ്ഞിരപ്പള്ളിക്കാണ്. അവിടെ അഞ്ജു നെയിൽ ചെയ്തിട്ടിരിക്കുന്നുണ്ട് ഒരു ബ്രൈഡൽ സ്റ്റുഡിയോയിൽ. അപ്പോൾ നമ്മൾ അവിടേക്കാണ് ആദ്യം എത്തിയത് കേട്ടോ. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെയും കുറച്ച് പരിപാടികൾ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം പോസ്റ്റ് ആവുമെന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അടുത്തുള്ള ബേക്കറി പോയി എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയായിരുന്നു കേട്ടോ. ലൈറ്റായിട്ട് കഴിക്കാൻ പ്ലാനിട്ടാണ് ഇറങ്ങിയതെങ്കിലും അവിടെ എത്തിയപ്പോൾ അവന്മാർക്ക് നല്ല വിശപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് ഷാർജയും പപ്സും ബർഗറും അങ്ങനെ എന്തൊക്കെയൊക്കെയോ വാങ്ങി കഴിച്ചു. ഇനി നമുക്ക് അഞ്ജുവിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ലഞ്ചും കഴിക്കാനുള്ളതാണ്. കഴിച്ചിട്ട് വന്നിട്ടും പിന്നെ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ പോസ്റ്റായി. പിന്നെ നമുക്ക് ധൃതി കൂട്ടാനും പറ്റത്തില്ല, അത് അത്രയും പെർഫെക്ഷനോടെ ചെയ്യേണ്ട കാര്യമാണല്ലോ. നാളത്തെ ബ്രൈഡാണല്ലോ അഞ്ജു. അപ്പോൾ നമ്മളങ്ങനെ ധൃതി കൂട്ടിയിട്ട് കാര്യമില്ല. അങ്ങനെ അവർ സമാധാനത്തിലെല്ലാം ചെയ്തു കൊടുത്തു. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പരിപാടിയൊക്കെ തീർന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വഴിയിൽ വെച്ച് കരിക്ക് കണ്ടപ്പോൾ അഞ്ജുവിന് കരിക്ക് കുടിക്കണമെന്ന് ആഗ്രഹം തോന്നി അവിടെ ഇറങ്ങി. പിന്നെ അഞ്ജുവിന് ആഗ്രഹം തോന്നിയപ്പോൾ നമ്മളും ഇറങ്ങി. അഞ്ജുവിൻ്റെ ചിലവിൽ നമുക്കും കരിക്ക് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അഞ്ജു എല്ലാവർക്കും കരിക്കും മേടിച്ചു തന്നു. കുറച്ചധികം നാളായിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു കല്യാണമാണ് അഞ്ജുവിൻ്റെ അമലിൻ്റെയും. എൻ്റെ ചാനലിലെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും, കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് അഞ്ജുവിൻ്റെ ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ നമുക്ക് ഏകദേശം ഒരു ക്ലൂ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ വർഷം സെയിം ടൈമിൽ അഞ്ജുവിൻ്റെ അമലിൻ്റെ മാരേജ് ഉണ്ടാവും എന്നൊക്കെ. അപ്പോഴേ നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആണ്. പിന്നെ ഒരു ടെൻഷൻ എന്ന് വെച്ചാൽ ആർക്കൊക്കെ വരാൻ കഴിയും, ആരൊക്കെ അപ്പോൾ തിരക്കിലായി പോകുമെന്നൊക്കെ ഒരു ടെൻഷനായിരുന്നു. പക്ഷേ നമുക്ക് 8 പേർക്കെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ അഞ്ജുവിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് വീട്. അവിടെ ചെറിയ സ്റ്റേജും സ്പീക്കറും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നവിടെ ഒരു പ്രോഗ്രാമും ഇല്ല.
എന്നുവെച്ചാൽ നമ്മുടെ ചെറിയ ചെറിയ കലാപരിപാടികൾ അല്ലെങ്കിൽ കൊലാപരിപാടികളൊക്കെയാണ് ഇന്നവിടെ നടത്തേണ്ടത്. നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ടെന്നാണ്. അതാണ് അവന്മാരൊക്കെ മുണ്ടൊക്കെ എടുത്ത് വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് പണി പാളിയെന്ന് മനസ്സിലായത്. ഇന്ന് നമ്മൾ തന്നെയാണ് അവിടെ എന്തെങ്കിലുമൊക്കെ കാണിക്കേണ്ടത്, അല്ലാണ്ട് വേറെ വലിയ പ്രോഗ്രാംസ് ഒന്നും അവിടെ ഇല്ല. റോഷനുണ്ട്, ഇതൊക്കെ അഞ്ച് UK വന്നപ്പോൾ കൊണ്ടുവന്ന സ്വീറ്റ്സാണ്, നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടികൂടി എല്ലാവരും കൂടി കഴിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ചെറിയ കുറച്ച് പരിപാടി ഉണ്ടെന്ന് വെച്ചാൽ അഞ്ചുവിന് നാളത്തേക്കുള്ള സാരി, ഓർണമെൻറ്റ്സ്, ഈ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണം, പാക്ക് ചെയ്ത് വെക്കണം. കാരണം ഇന്ന് നമ്മൾ കട്ടപ്പനയ്ക്ക് പോവും, അവിടെയാണ് ഇന്നത്തെ രാത്രിയത്തെ സ്റ്റേ. നമുക്ക് അഞ്ചു അവിടെ തന്നെയാണ്. അപ്പോൾ അതിനു മുന്നേ നമുക്കിതെല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം, എല്ലാം പാക്ക് ചെയ്ത് വെക്കണം. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് അമ്മലിൻ്റെ വീട്ടിലേക്കായിരിക്കും, കട്ടപ്പനയിലേക്ക്. അപ്പോൾ അവിടത്തേക്ക് ഇടാനുള്ള ഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തോ നോക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇനിയുള്ള കുറച്ച് പരിപാടികൾ. അതിനിടയിൽ ഇതാണ് അഞ്ചുവിൻ്റെ ഓർണമെൻറ്റ്സ് കേട്ടോ, നാളത്തേക്ക് ഇടാനുള്ള കുറച്ച് ഗോൾഡ് ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ കൊലാപരിപാടികളോട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ആർക്കും എന്ത് ചെയ്യണമെന്നൊരു പ്ലാനിംഗ് ഒന്നും ഇല്ല. പിന്നെ അവിടെ സ്പീക്കറുണ്ട്, മൈക്കുണ്ട്, സ്റ്റേജ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാം, പാട്ടൊക്കെ പാടാം, കുറച്ച് അലമ്പാം. ഇതൊക്കെയാണല്ലോ ഒരു രസം. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആലോചിക്കാൻ ഇതൊക്കെയാണല്ലോ ഒരു രസം എന്ന് ആലോചിച്ചിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ നമുക്കൊരു ആകെ വിഷമം, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പുറത്തിരിക്കുന്നത്. അവരിനി എന്ത് വിചാരിക്കും എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ നമ്മുടെ കൂടെ ഇരുന്ന് നല്ലവണ്ണം എൻജോയ് ചെയ്തു കേട്ടോ. എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്. അടുത്തതായി അതിശയം. അതാണല്ലേ അഞ്ചു മോഹനൻ, അങ്ങനെ പറഞ്ഞു. അഞ്ചു മോഹനൻ. ഹലോ, അഞ്ചു മോഹനൻ വരേണ്ട പ്രവർത്തകർ നിങ്ങൾക്ക് വേണ്ടി നിലാമലരെ ചെന്താമരയും പോലൊരു പുഞ്ചിരികൾ പോലെ പോലൊരു പുഞ്ചിരികൾ പോലെ പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. എളുപ്പനായി ചന്ദ്രനായി ഗാനനായി ഞാൻ നിന്നു പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ട. നീ ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈകിളി മലർത്തേങ്കിളി. ഒരു മീട്ടിയോ ഉള്ളിലെ മാമയിൽ നീലത്തീരി
മൃദേ വലുതായ ഒരു മരത്തിന്റെ മുകളിൽ ചെറുതായ ഒരു ചില്ലിക്കൊമ്പ്. കൊമ്പ് കാട് വെട്ടി കരി വെട്ടി കളഞ്ഞെടുത്ത് നാട്ടിലാരും അറിയാതെ കളഞ്ഞെടുത്ത് നെഞ്ചിൻ തടമെടുത്ത് പിന്നെ തുടമെടുത്ത് ആരും നിന്റെ മേനി തീർത്തു. എവിടെ മറന്നു ഞാനീ പ്രിയാനുരാഗം, അറിയാതെ വന്നു നീയോ ഞാനിൽ കനവറിയാതേതോ കിനാവ് പോലെ നീയോ നിഞ്ചാലകം ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ കാതോർക്കയാ രാവുകൾ. Give a big round of applause for Anjuma. Thank you. സദസ്സിന് അത് എല്ലാവരും ആനച്ചന്തം പൊന്നാമ്പൽ ചമയം നാണച്ചിമിഴിൽ കണ്ടീല പ്രോത്സാഹനമില്ല, അത് കുറച്ചുകൂടി വേണം. ലിറിക്സ് വരുന്നില്ല, ഇപ്പൊ വരും. കണ്ണാടം പൊത്തിക്കളിക്കാം, മണ്ണപ്പം ചുട്ടു വിളമ്പാം, ചക്കര മാവിൻ ചോട്ടിൽ കൊത്തങ്കലാടാമെന്നും അനിലകൾ നാമം ചൊല്ലും അമ്പലം കാണാം. ചോറൂടും പിന്നെ അന്നാറക്കണ്ണന് പാലൂട്ടും ദൂരെ അപ്പൊപ്പം താടിക്ക് കല്യാണം കുട്ടിയാനക്ക് നീരാട്ടോ വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കൂരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണി തോൽ കൊണ്ടൊരു കൂടൊരു ചിങ്ങമാസോ വന്നു ചേർന്നാൽ നിന്നെ ഞാനൻ സ്വന്തമാക്കും. നെഞ്ചിലോലും വെണ്ണിലാകും പൊന്നില നീർ സ്വന്തമാക്കും. നീ ഒന്നാം നമ്പർ, അടിമുടി വടിവഴകിൽ ഒന്നാം നമ്പർ. സോനാ സോനാ നീ ഒന്നാം നമ്പർ, പടയടി അടിപൊളിയിൽ ഒന്നാം നമ്പർ.
side forever. Every time I want to see you, my girl. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഫുഡ് കഴിക്കുന്നത് എല്ലാവരും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഏകദേശം ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. കാരണം നമ്മുടെ സ്റ്റേ കട്ടപ്പനയിലാണ്. ഇവിടെ നിന്ന് ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട്. രാത്രിയും കൂടി ആയതുകൊണ്ട് കുറച്ച് റിസ്കി റൂട്ട് ആയതുകൊണ്ടും ഒരുപാട് റഷ് ചെയ്ത് പോകണ്ട, പതിയെ പതിയെ പോവാം എന്നുള്ളൊരു പ്ലാനിൽ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങാണ് ഇവിടെ നിന്ന്. അപ്പോൾ ഫുഡ് ഉണ്ടായിരുന്നത് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ഫുഡായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മളിനി ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വന്നത് 2 കാറിലാണെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് 3 കാർ പോകാനുണ്ട്. ഒരു കാറിൽ അഞ്ജുവിൻ്റെ റിലേറ്റീവ്സൊക്കെ വരാനുണ്ട്. അപ്പോൾ നമ്മളതുകൊണ്ട് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇറങ്ങി. ഇനി പോകുന്ന വഴിക്ക് നിർത്തി ചായയൊക്കെ കുടിച്ച് ഒരു 11 മണിക്കുള്ളിൽ കട്ടപ്പന എത്തണം. അവിടെ എത്തി പെട്ടെന്ന് കിടന്ന് ഉറങ്ങണം. അത്യാവശ്യം നല്ല ടയേർഡാണല്ലോ, ഇന്ന് ഫുൾ യാത്രയായിരുന്നല്ലോ. അപ്പോൾ ഒരു 11 മണിക്കുള്ളിലെങ്കിലും നമ്മൾ സ്റ്റേയുടെ അവിടെ എത്തി സമാധാനമായി ഉറങ്ങണം എന്നൊക്കെയാണ് ലക്ഷ്യം. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ചാർലി ഫിലിം ഷൂട്ട് ചെയ്ത വാട്ടർഫോൾസ് ഉണ്ടല്ലോ, വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസ്, അതുവഴിയാണ് പാസ് ചെയ്ത് പോണേ. അങ്ങനെ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു ഇതാണ് ആ വാട്ടർഫോൾസ് എന്ന്. ഇത് മൂന്നാർ റൂട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ടല്ലോ, ചീയപ്പാറ വാട്ടർഫോൾസ്, ഞാൻ അതെന്നാണ് വിചാരിച്ചത്. പിന്നീട് അവന്മാർ പറഞ്ഞത് അത് രണ്ടും 2 റൂട്ടാണ്. അപ്പോൾ ഇതാണ് വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസ്. ഇതാണ് ചാർലി മൂവിയിൽ ടൊവിനോയും ദുൽഖറും ഉള്ള ഒരു ഷോട്ടിൽ കാണിക്കുന്ന വാട്ടർഫോൾസ്. ഇനി ഏകദേശം നമുക്കൊരു 1 hour ട്രാവൽ ഉണ്ട്. പിന്നെ റോഡ് അത്യാവശ്യം നല്ല റഷാണ്. ശബരിമല സീസണും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം തീർത്ഥാടകരുടെ വണ്ടിയൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഈ റൂട്ടിൽ കൂടി. അതുകൊണ്ട് നമ്മൾ ഒരുപാട് റഷ് ആകാണ്ട് പതിയാണ് പോകുന്നത് കേട്ടോ, നിർത്തി. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ സ്റ്റേയിലെത്തിയിരിക്കുകയാണ്. കട്ടപ്പനയിലുള്ള നികാര റെസിഡൻസിയിലാണ് നമുക്ക് ഇന്നുള്ള സ്റ്റേ അറേഞ്ച് ചെയ്ത് വന്നിരിക്കുന്നത്. 5 അമലും കൂടി സൂപ്പർ ലക്ഷറി സ്റ്റേ എന്നൊക്കെ പറയാം. ഇതൊരുക്കി തന്ന അമലിനും അഞ്ജുവിനും നമ്മുടെ വക സ്പെഷ്യൽ താങ്ക്സ് ഒക്കെ നമ്മൾ പറയണം കേട്ടോ, കാരണം അത്രയും നല്ല സ്റ്റേ ആയിരുന്നു. ഇനി ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നാളെ 11 മണിക്കാണ് കല്യാണം വരുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ ഉറങ്ങാൻ കുറച്ച് സമയമുണ്ട്, കുറച്ച് താമസിച്ച് എണീറ്റാലും മതി. പക്ഷേ ഈ സ്റ്റേ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമൊന്നും നമുക്കില്ല. കാരണം രാവിലെ എണീച്ച് നമ്മൾ കല്യാണത്തിന് പോകണം, 11 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്യണം. ആ ഒരു വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് കൂടുതൽ നേരം ഉണർന്നിരിക്കാനും പറ്റത്തില്ല, കാരണം നല്ല ടയേർഡാണ്. അപ്പോൾ ഇനി അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഉറക്കമാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് ഈ റൂമും അപ്പുറത്തെ റൂമുമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇവന്മാർ കുറേ നേരം ഇവിടെ ഒന്ന് കിടന്ന് അലമ്പി. അത് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം ഓട്ടിച്ച് വിട്ടു, കാരണം നമുക്കിനി ഉറങ്ങണം. ഞാനും അനുവാണ് ഇന്നൊരു റൂമിൽ, ബാക്കി അവന്മാരെല്ലാം അപ്പുറത്തെ റൂമിലാണ്. പിന്നെ വേറെ റൂംസ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു മുകളിലൊക്കെ. പക്ഷേ ഇതൊന്നും നോക്കാനുള്ള ടൈമില്ലായിരുന്നു, കാരണം ഞാൻ നല്ല ടയേർഡായിരുന്നു. അങ്ങനെ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണ് കേട്ടോ. ബാക്കി വിശേഷമൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.